ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മരണമാസ് എന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നീ എന്താ എന്റെ എക്കോ? നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു ഡാർക്ക് കോമഡി സിനിമയാണ്. സീരിയൽ കില്ലറൊക്കെ ഉണ്ട്. ആരും കണ്ടത് കണ്ടിട്ട് സീരിയൽ അപ്പൊ ഈ സിനിമ കണ്ടു നോക്കൂ. വെക്കേഷനാണ്. അതെ, എല്ലാവരും ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കാണുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ 4 പേരോട് പറയുക. അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. എനിക്കല്ല ഇവൻ, നിനക്കൊരു ഉപകാരമില്ലേ? ഞങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും. താങ്ക് യു. ഒരു തേങ്ങലിന്റെ അറ്റത്ത് ചുറ്റിക കൊണ്ട് ചുടറ്റിയടിക്കാം. അപ്പോൾ മരണമാസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ടോവിനോയും ബേസിൽ ജോസഫും നമ്മുടെ മുന്നിലിശയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. അപ്പം മരണമാസ് ടോവിനോ നിർമ്മിച്ച് ബേസിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ബേസിലിൻ്റെ ചിത്രങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടൻ തന്നെയാണ് ഇപ്പം മലയാള സിനിമയിൽ. നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കാം ബേസിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഡേറ്റ് ഏപ്രിൽ 10 പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അതൊരു അനുകൂല ഘടകമാകാം. ബാക്കിയുള്ള ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി സംഭവിക്കുകയാണെങ്കിൽ ഇതൊരുമാതിരി കുഴപ്പമില്ലെങ്കിൽ ഓടിത്തിമിർക്കുകയും ചെയ്യും അല്ലേ. ആ ബേസിൽ ചിത്രങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പല ചിത്രങ്ങളും പരാജയപ്പെടുന്നതിനിടയിലാണ് കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറയുന്ന ബേസിൽ ചിത്രങ്ങളെല്ലാം വൻ വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അതുതന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടെ ചിത്രത്തെപ്പറ്റി നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരു നവാഗത സംവിധായകനാണ്. എല്ലാം കൊണ്ടും മികച്ച വിജയം നേടട്ടെ മരണമാസ് എന്ന് നമുക്ക് പറയാം. അപ്പം മരണമാസിൻ്റെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അത്ര ശുഭകരമായ കളക്ഷൻ അല്ല മരണമാസിന് പ്രീഫെയിലിലൂടെ നേടാൻ പറ്റിയത്. 18 ലക്ഷം മാത്രമേ പ്രീഫെയിലിലൂടെ ചിത്രം നേടാൻ പറ്റിയുള്ളൂ. ഇന്നലെ വൈകുന്നേരം വരെയുള്ള പ്രീഫെയിൽ കളക്ഷനാണ് ഞാൻ പറയുന്നത്. അതുപോലെ 444 ഷോയിൽ നിന്നാണ് ഈ കളക്ഷനിൽ നേടാൻ പറ്റിയത്. അപ്പം നാളെ ചിത്രം ഒരു മികച്ച പ്രതികരണം നേടുകയാണെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല. ഇത് കയറി ഞാൻ ക്ലിക്കാവുകയും ചെയ്യും. അതുപോലെ ഇന്ന് വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6510 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ശുഭകരമായ അവസ്ഥയിലല്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ഇതൊക്കെ ഇത് ശുഭകരമല്ല എന്ന് പറയാനുള്ള കാരണം നമ്മളെപ്പോഴും തുലനം ചെയ്ത് നോക്കുന്ന എമ്പുരാൻ്റെ ടിക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാർഡുകൾ വാരിക്കൂട്ടി അതുപോലെ കോടികളുടെ കണക്കായിരുന്നു നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. വലിയ കളക്ഷനൊന്നും ഇല്ല എന്ന് തോന്നുന്നത്. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് ഈ രീതിയിലുള്ള കളക്ഷൻ തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്ന കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ അടുത്ത ചിത്രം മമ്മൂട്ടിയുടെ ബെഫുക്കയെ പറ്റി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ലാലേട്ടൻ ആശംസ അറിയിച്ചുകൊണ്ട് ലാലേട്ടൻ രംഗത്ത് വരുന്നു. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരാതിരിക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട്. അദ്ദേഹം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊന്നും എത്തിയില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊരു പ്രത്യേകതരം ചിത്രം തന്നെ. പലരും പറയുന്നത് കേട്ടു, ഇതുപോലെ ലാസ്റ്റ് അരമണിക്കൂർ ഇരുന്ന് കൈയടിച്ചു പോകും, രോമാഞ്ചം ഉണ്ടാകും. മമ്മൂട്ടിയുടെ 2 ഗെറ്റപ്പ് ഉണ്ട്. രണ്ടാമത്തെ ഗെറ്റപ്പ് കാണിച്ചിട്ടില്ല. ആ ഗെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പം പല ചിത്രങ്ങളെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ നിന്ന് ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു നവാഗത സംവിധായകന് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ കഥയ്ക്ക് ഒരു പുതുമയും കാണും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. മമ്മൂട്ടിയുടെ അല്പം മുമ്പ് മമ്മൂട്ടിയുടേതായ ഒരു കുറിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് മമ്മൂട്ടി ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, വീണ്ടും ഒരു നവാഗത സംവിധായകനോടൊപ്പം ഞാൻ എത്തുകയാണ്. ഡിനോ ഡെനീഫ് അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും. ഏപ്രിൽ 10 നാളെ ബെഫുക്ക തിയേറ്ററുകളിലെത്തും. ഗെയിമിംഗ് പ്രമേയമായതും വളരെ പുതുമ ഉള്ളതുമായ കഥ.
അപ്പം ഗെയിമിംഗ് ആണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ കേൾവിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സിനിമയായി പരിഗണിക്കപ്പെട്ടു. ഇനി നിങ്ങൾക്കാണ് ഇഷ്ടപ്പെടേണ്ടത്. എപ്പോഴും പറയാനുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. അതിനോടൊപ്പം ഞാനും നിങ്ങളും നമ്മളും. സ്നേഹപൂർവ്വം മമ്മൂട്ടി. ഇങ്ങനൊരു കുറിപ്പാണ് മമ്മൂട്ടി പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് വ്യക്തമായൊരു കാര്യമുണ്ട്. മമ്മൂട്ടിക്ക് കഥ വ്യക്തമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിനോ ഡെന്നിഫ് എന്ന് പറയുന്ന വ്യക്തി കല്ലൂർ ഡെന്നീഫിൻ്റെ മികച്ച തിരക്കഥാകൃത്തായ കല്ലൂർ ഡെന്നീഫിൻ്റെ മകനാണ്. അദ്ദേഹം തിരക്കഥയായിട്ട് സമീപിക്കുകയും തിരക്കഥ വായിച്ചു കഴിഞ്ഞപ്പം ആരാണ് സംവിധായകനെന്ന് മമ്മൂട്ടി ചോദിക്കുകയും സംവിധാനം തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തപ്പം എന്നാൽ നീ തന്നെ സംവിധാനം ചെയ്തുകൂടെ എന്ന് മമ്മൂട്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതായിട്ട് മമ്മൂട്ടിയും ഈ ഡിനോയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിരക്കഥാകൃത്തിനോടും സംവിധായകനോടും മമ്മൂട്ടിക്ക് അത്രയും വിശ്വാസമുണ്ട്. ഇതിനകത്തൊരു പുതുമയുള്ള കഥാപാത്രമാണ് എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ചിത്രം തിയേറ്ററിൽ എങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പടം വിജയിക്കൂ. കഥയ്ക്കകത്ത് പുതുമയോ ട്രീറ്റ്മെൻറ്റിൽ പുതുമയോ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കോ ഒന്നും തന്നെ ആൾക്കാർ നോക്കത്തില്ല. പ്രത്യേകിച്ച് ഒത്തിരി ചോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആഘോഷകാലമാണ്, അവധി ദിവസമാണ്. അവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് ആഘോഷിക്കാനുള്ള വക ഈ ചിത്രം നൽകുകയാണെങ്കിൽ തീർച്ചയായും ഈ ചിത്രം ഒരു ഹിറ്റിലേക്ക് മാറും എന്ന് നമുക്ക് ഉറപ്പ് പറയാം. ഏതായാലും അതിൻ്റെയും പ്രീഫെയിൽ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ 1,08,00,000 രൂപ ഇത് ഇന്നലെ വൈകുന്നേരം വരെ പ്രീഫെയിൽ ഇനത്തിൽ ഇത് കരസ്ഥമാക്കിയിട്ടുണ്ട്. 892 ഷോയിൽ നിന്നാണ് ഇത് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഇപ്പം വിറ്റ് പോകുന്ന ടിക്കറ്റിൻ്റെ എണ്ണം 3022 ടിക്കറ്റാണ് ഒരു മണിക്കൂർ വിറ്റ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തേനെ അപേക്ഷിച്ച് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. നേരത്തെ 1500 ആയിരുന്നു, ഇപ്പം 3022 ടിക്കറ്റ്. നാളെ ചിത്രം ഇറങ്ങുമ്പോഴത്തേന് ഈ ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നതിലുപരി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയാണ് നസ്ലിൻ നായകനായ ഈ ചിത്രം കുതിച്ചു പായുകയാണ്. മമ്മൂട്ടിയെ പോലുള്ള അജിത്തിനെ പോലുള്ള നടന്മാരൊക്കെ ഉണ്ടായിട്ടും അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് പ്രീഫെയിലിൽ ഈ ചിത്രം കാഴ്ചവെക്കുന്നത്. ഇപ്പം ഏകദേശം 1 കോടി രൂപയ്ക്കടുത്ത് ഇത് പ്രീഫെയിലിലൂടെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പം മമ്മൂട്ടിയുടെ ചിത്രം 3022 ടിക്കറ്റുകൾ മണിക്കൂർ വിറ്റ് പോകുമ്പോൾ കേവലം താരനിര ഒന്നിക്കുന്ന ഈ ചിത്രം 3028 ടിക്കറ്റുകൾ മണിക്കൂർ വിറ്റ് പോകും. ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലെ ടിക്കറ്റിൻ്റെ എണ്ണത്തിൽ ആലപ്പി ജിങ്കാന എന്ന ചിത്രം തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. അപ്പം ഏകദേശം ഇന്നലത്തെ ട്രാക്കും പ്രകാരം 98 ലക്ഷം രൂപയാണ് ഇത് നേടിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ 1,08,00,000 രൂപയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഷോയുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. മമ്മൂട്ടിയുടെ ചിത്രം എന്ന് പറയുന്നത് 892 ഷോയിൽ നിന്നാണ് ഇത് നേടുന്നതെങ്കിൽ മറ്റേത് 740 ഷോ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 100 ചില്ലാനും ഷോയുടെ കുറവുണ്ട്. എന്നിട്ട് പോലും 98 ലക്ഷം രൂപ ഇത് പ്രീഫെയിൽ ഇനത്തിൽ തന്നെ നേടുന്നു. ഏകദേശം 1 കോടി അല്ലേ? അപ്പോൾ ഈ ചിത്രം ഒരു വൻ വിജയമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ചിത്രം വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം അല്ലേ? എല്ലാ ചിത്രങ്ങളും വൻ വിജയമാകട്ടെ, അതിൻ്റെ കൂടെ ഈ ചിത്രവും വൻ വിജയമായി മാറട്ടെ. ഇനി 4ാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മളെ ആരാധനയോട് നോക്കി കാണുന്ന വ്യക്തിയാണ് തല അജിത്ത്. വിവാദങ്ങളിലൊന്നും പെടാതെ ജീവിതത്തിലും അദ്ദേഹം ഒരു മാന്യമായ രീതി തന്നെയാണ് പുലർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വിടാമുയർച്ചി എന്ന് കഴിഞ്ഞ ചിത്രം വളരെ നിരാശപ്പെടുത്തിയ ചിത്രമാണ്. എന്നാലും 100 കോടിക്ക് മുകളിൽ 148 കോടി എങ്ങാണ്ടും ഇത് നേടുകയൊക്കെ ചെയ്തു. എന്നാലും വിതരണക്കാർക്കും നിർമ്മാതാക്കൾക്കും എല്ലാം തികഞ്ഞ പരാജയമായിരുന്നു. അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പുതിയ ചിത്രമായി വരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം തമിഴ്നാട്ടിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഏകദേശം 15 കോടി ആദ്യ ദിന കളക്ഷനിലേക്ക് ഇത് മാറുന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ 30 കോടിക്ക് മുകളിൽ ഇത് പ്രീഫെയിലായിട്ട് നേടുന്നു.
അങ്ങനെ ഒരു വൻ ഹിറ്റിലേക്കാണ് തമിഴ്നാട്ടിൽ ഈ ചിത്രം പോകുന്നത്. അതുപോലെ അജിത്തിൻ്റെ പഴയ രീതിയിലുള്ള ഗെറ്റപ്പ്, പല സ്റ്റൈലിഷ് ലുക്കിലും ഒക്കെ ആയിട്ട് അജിത്ത് വന്നു കഴിയുമ്പോൾ തിയേറ്റർ ഉത്സവപ്പറമ്പാകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ഷോയുടെ എണ്ണം കുറവാണ്. കേവലം 237 ഷോ മാത്രമേ ഇത് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് 26 ലക്ഷം രൂപ ഇത് പ്രീഫെയിലായിട്ട് നേടിയിട്ടുണ്ട് എന്നും നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. കാരണം മരണമാഫിന് അതിൽ കൂടുതൽ തിയേറ്ററുണ്ട്, പക്ഷേ എന്നിട്ട് പോലും 12 ലക്ഷമേ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതുപോലെ അജിത്തിൻ്റെ ചിത്രങ്ങൾക്ക് മലയാള പ്രേക്ഷകരും ഒത്തിരി ഉള്ളവരാണ്. അതുകൊണ്ട് അജിത്തിൻ്റെ ചിത്രവും ഒരു വൻ വിജയമായി മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വണ്ണാൻ്റെ എമ്പുരാൻ. എമ്പുരാൻ ചിത്രം കഴിഞ്ഞ ദിവസവും 10-25,000 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോകും. ഈ തരംഗത്തിനിടയിൽ ഇപ്പോഴും ചിത്രം 1420 ടിക്കറ്റോളം മണിക്കൂർ വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ തന്നെയാണ് എമ്പുരാൻ. ഇന്നും ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം 83.5-84 കോടിയിലേക്ക് ഇന്ന് കടക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, 3-ാമത്തെ ആഴ്ച കടക്കുമ്പോഴും ഇത്രയും ചിത്രങ്ങൾ ഉണ്ടായിട്ടും 10-200 സ്ക്രീനുകൾ ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ട് എന്നുള്ളതും നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ. എമ്പുരാന് വൻ വിജയമായി മാറിയ ചിത്രമാണ്. എല്ലാം നമ്മൾ നോക്കിക്കാണാം. അതിനിടയിൽ 25-ാം തീയതി ഇറങ്ങുന്ന തുടരും എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക ലുക്ക്. ഇത്രയും നാളും നാട്ടുംപുറത്തുകാരനായ ഷൺമുഖനെ കണ്ടപ്പം ഒരു വേറെ പ്രത്യേക രീതിയിലുള്ള ഒരു ഷൺമുഖനെയാണ് ഈ പോസ്റ്റർ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രം എന്തൊക്കെയോ നമുക്കറിയാൻ വയ്യാത്ത പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഭ്രമരം എന്ന് പറയുന്ന ചിത്രത്തിലെ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു മുഖഭാവമുള്ള ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ചിത്രത്തിൽ. അപ്പം എന്തൊക്കെയോ ഒളിപ്പിച്ചു വയ്ക്കുന്ന ആ ചിത്രം 25-ാം തീയതി റിലീഫ് ആകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ചിത്രങ്ങളും വൻ വിജയമാകട്ടെ. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.